നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാണ്. നമ്മുടെ മിഷന്റെ സ്വർഗീയ മധ്യസ്ഥയായ മറിയം ത്രേസ്യയുടെയും സഹമധ്യസ്ഥയായ കാർലോ അക്യൂട്ടസ് പുണ്യവാളുടെയും നിത്യസഹായ മാതാവിന്റെയും തിരുനാൾ നാം ഒന്നിച്ച് ആഘോഷിക്കുകയാണ്. ഒക്ടോബർ 12-ാം തീയതി യഥാർത്ഥത്തിൽ അക്യൂട്ടസ് പുണ്യവാളുടെ തിരുനാൾ ദിനവും ഒക്ടോബർ 13-ാം തീയതി വിശുദ്ധ മറിയം ത്രേസ്യയെ വിശുദ്ധയായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ദിനവും കൂടിയാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ്. അന്നേ ദിവസം തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ തിരുനാൾ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ആഘോഷിക്കാൻ സാധിക്കുന്നതിനോട് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കണം. കുടുംബങ്ങളുടെ പ്രേക്ഷിതയായ മറിയം ത്രേസ്യ വഴി നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ വിശദീകരിക്കപ്പെടുന്നതിനും കുഞ്ഞുങ്ങളെല്ലാം ആത്മീയമായിട്ട് വളരുന്നതിനും വിശുദ്ധ കാർലോ അക്യൂട്ടസ് പുണ്യവാളുടെയും മാധ്യസ്ഥം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് മുഖ്യ കാർമ്മികനാകുന്നത് അഭിമന്യ പോൾ ആലപ്പാട്ട് പിതാവാണ്. പിതാവ് തൃശ്ശൂർ അഭിരൂപതാംഗമാണ്. 2007 ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിതാവിനോട് മനസ്സിനായ റെക്ടസിനായിരുന്നു. തുടർന്ന് ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് പുണ്യം കൊണ്ടായിരുന്നു പിതാവായി 2010 രാമനാഥപുരം രൂപതയുടെ പ്രഥമ മെത്രാനായി ചുമതല ഏറ്റെടുക്കുകയും ഒന്നുമില്ലാതിരുന്ന രാമനാഥപുരം രൂപതയെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വളരെ വിനയത്തോടും വിധേയത്വത്തോടും ദൈവത്തോടും സഭാധികാരികളോടും പ്രത്യുദ്ധരിച്ച പോൾ ആലപ്പാട്ട് പിതാവാണ് ഇന്ന് നമുക്ക് മുഖ്യ കാർമ്മികനാകുന്നത്. അപ്പൊ എന്തുകൊണ്ടും എളിമയുടെ മാതൃക കാണിച്ച മറിയം ത്രേസ്യ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ഏറ്റവും അനുയോജ്യനായ മുഖ്യ കാർമ്മികനെയാണ് പരിശീലിക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ അഭിമന്യ പിതാവിനെ ഞങ്ങളുടെ ഈ ആരാധന സമൂഹത്തിലേക്ക് ഞങ്ങൾ നടത്തുന്ന ആദ്യത്തെ തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം സഹകാർമ്മികനാകുന്നത് ബഹുമാനപ്പെട്ട മാത്യൂസ് മൂങ്ങനാട്ടച്ചനാണ്. നമ്മുടെ സ്വന്തമാണ്. ഒപ്പം നമ്മുടെ അതിഥിയായിട്ടുള്ള പാത്തോട്ട് തലച്ചനാണ്. ഒപ്പം നമ്മുടെ എല്ലാവരെയും നമ്മുടെ പ്രത്യേക നിയോഗം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളെയും വിദ്യാർത്ഥികളെയും യുവതി യുവാക്കളെയും എല്ലാ ദമ്പതികളെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഒപ്പം നമ്മുടെ കൂടെ ആയിരിക്കുന്നവരെയും ഒരുപക്ഷെ പല കാരണങ്ങളും പഠനവും ജോലിയായിട്ടൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ആയിരിക്കും നമ്മുടെ മക്കളെയും രോഗപീഠകൾ അനുഭവിക്കുന്നവരെയും നമ്മളോട് പ്രാർത്ഥന അയച്ചിട്ടുള്ള എല്ലാവരെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ കാർലോ അക്യൂട്ടസ് പുണ്യവാളുടെയും നിത്യസഹായ മാതാവിന്റെയും മാധ്യസ്ഥം വഴി ഈശോയുടെ ഈ തിരുവത്താരയിലേക്ക് സമർപ്പിക്കാം. അപ്പവും മീനും എല്ലാം ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളായി മാറ്റപ്പെടുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടുന്നതിനും കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിനും കാരണമാവട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടും പ്രത്യാശയോടുകൂടെ ഈ അനുഗ്രഹത്തിന്റെ കൃതജ്ഞതയുടെ വേണ്ടി ഒന്നുചേർന്ന് പിതാവായ ദൈവത്തെ അർപ്പിക്കാം.
സ്വർലോകത്തിൽ സർവേശ്വരനും സ്തുതിക്കണം. ഭൂമിയിലെങ്ങും മർത്യരുശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശ്വരനും സ്തുതിക്കണം. ഭൂമിയിലെങ്ങും
അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനായി ജീവിതം സമർപ്പിച്ച വിശുദ്ധിയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലും തിരുകുടുംബത്തിലും അടങ്ങിയിരുന്ന സ്നേഹവും ഐക്യവും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമേ. ഈ പുണ്യവതിയുടെ തിരുനാൾ ആചരിക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസത്തിൽ മഹാരഹസ്യമായ വിശുദ്ധ ബലി യോഗ്യതയോടെ അർപ്പിക്കാൻ കൃപ നൽകണമേ. സകലത്തിന്റെയും നാഥനായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാർത്ഥ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷനാകുന്ന തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യം നന്മകളും നിറഞ്ഞ് മുടിച്ചുകൊടുക്കുന്ന സഭയിൽ അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
11, verses 26 to 32. See, I set before you this day a blessing and a curse. A blessing for obeying the commandments of the Lord your God, which I give you today. A curse if you do not obey the commandments of the Lord your God, but turn aside from the way I command you today, to go after other gods whom you do not know. When the Lord your God brings you into the land which you are to enter and possess, then on Mount Gerizim you shall pronounce the blessing, on Mount Ebal the curse. These are beyond the Jordan, on the other side of the western road, in the land of the Canaanites, who live in the Arabah, opposite Gilgal, beside the oak of Morah. Now you are about to cross the Jordan, to enter and possess the land which the Lord your God is giving you. When, therefore, you take possession of it and settle there, be careful to obey all the statutes and ordinances that I set before you today. This is the word of the Lord. Praise be to the Lord our God. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Brothers and sisters, a reading from the letter of St. Paul to the Galatians, chapter 5, verses 16 to 26. Bless me, my Lord. May the Lord Jesus bless. Live by the Spirit, I say, and do not gratify the desires of the flesh. For what the flesh desires is opposed to the Spirit, and what the Spirit desires is opposed to the flesh. For these are opposed to each other to prevent you from doing what you want. But if you are led by the Spirit, you are not subject to the law. Now the works of the flesh are obvious: fornication, impurity, licentiousness, idolatry, sorcery, enmities, strife, jealousy, anger, quarrels,
will not inherit the kingdom of God. By contrast, the fruit of the Spirit is love, joy, peace, patience, kindness, generosity, faithfulness, gentleness, and self-control. There is no law against such things, and those who belong to Christ Jesus have crucified the flesh with its passions and desires. If we live by the Spirit, let us also be guided by the Spirit. Let us not become conceited, competing against one another, envying one another. This is the word of the Lord. Praise be to Christ our Lord. പരിശുദ്ധാത്മാവിനും
പിതാവിനോടുള്ള സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പീഡകൾ സഹിക്കുകയും സ്ത്രീവാദീകരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് ഇതായിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും ചിന്തിക്കാൻ അവിടുന്ന് വരാതിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവിനായ ദൈവപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളെ പറയുകയും ചെയ്യുന്നു. ആമേൻ. സ്വർഗ്ഗത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തരാക്കട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിശ്ചയായ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭർത്താക്കളെയും സത്വിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും നിശ്ചയായ കൃപയാൽ ഇവർ നമുക്ക് സഹായവും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുന്ന കാരണമാകട്ടെ. സഹോദരരെ, ഈ കുർബാനയുടെ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സകലത്തിന്റെയും നാഥനായ ദൈവം ഇഷ്ടം നിറവേറ്റുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയും അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച് സമൃദ്ധമായ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങളാകുന്ന ദിവ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേക്കാൻ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശേഷത്തിൽ നിന്ന് സമാധാനം നൽകുകയും നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ വിശുദ്ധിയോടെ കൂടെ പറയുകയും വർദ്ധിപ്പിച്ച് വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവുകൾ അനുഷ്ഠിക്കപ്പെടുന്നവരെ കുറിച്ച് വീക്ഷിക്കുകയും ഭയഭൂഷണങ്ങളെ സന്ദർശനം ചെയ്യുന്നു. മാസം വഴി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നു. കണ്ണുകൾ കാട്ടി ജനസ്ഥലത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയും വൃത്തിയോടുകൂടെ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ. Hallelujah.
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടും
എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധവദിച്ചപ്പോൾ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പിതാവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവായ മേജർ ആർച്ച് ബിഷപ്പ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവായ മാധവയാലപ്പാട് പുത്രാന് വേണ്ടിയും ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി വിലയിരുത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആലപ്പാട് പുത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതന്മാരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസിനി സന്യാസികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെ രക്തസാക്ഷികളും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ധർമ്മവും വിശുദ്ധവുമായ ബലിപീഠത്തിന് അങ്ങയുടെ വിശുദ്ധന്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായ മനുഷ്യനും എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴിയും വിശുദ്ധമായ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. Let us pray in silence and reverence. Peace be with us. കർത്താവേ, നിന്റെ വിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോട് ആകർഷിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും
മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും ഇന്നുമേ പോലും എന്നേക്കും. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിക്കാനേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാത്മാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും ഉറക്കണമേ. ഞങ്ങളുടെ നാമം നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണേ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളെ യോഗ്യമാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ദോഷത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്കുള്ള വാഹനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപാപരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. Let us praise the living God. മരണത്തോടെ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുകയും സ്വർഗീയ വിരുന്നിന്റെ മുന്നാസ്വാദനമായി ദിവ്യരക്ഷണം നൽകുന്ന തിരുശരീരങ്ങൾ സ്വീകരിച്ച് സ്തുതികീർത്തനങ്ങളാൽ അവിടുത്തെ പ്രകീർത്തിക്കുകയും ചെയ്യാം. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വയം വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും ക്രിസ്തുവിനെ ക്ഷണിക്കുന്നു.
ദിവ്യസ്നേഹമേ തിരുഭോജ്യമായി നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരണമേ ഹൃദയം നിറയെ പൂവണ്ടവും ഹൃദയം പ്രബലം പൊൻവീപകം ദിവ്യസ്നേഹമേ തിരുഭോജ്യമായി നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരണമേ സ്നേഹമേ ദിവ്യസ്നേഹമേ നിത്യജീവനായി എന്നിൽ വാഴണേ ദൈവമേ സത്യദൈവമേ ദിവ്യശോഭയായി എന്നിൽ തെളിയണേ ഇതുവരെ ഞാൻ നീങ്ങി പാപവഴി തിരുവചനമറിയാതെ ദൂരെ തേടുന്നു എന്നെ ദിവ്യസ്നേഹമേ തിരുഭോജ്യമായി നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരണമേ നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച് ഞങ്ങളെയും നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ നിലനിർത്തുകയും നിന്റെ അധിഷ്ഠ നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രം ആരംഭിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനേക്കും ആമേൻ. കർത്താവേ, ഞങ്ങളുടെ കർത്താവായ യേശുവേ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ, സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവമേ, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനം കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ദൂരം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കഴിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കണ്ണോടെ കടങ്ങൾ പൊറുക്കുന്നവനെ ഉന്നതങ്ങളിൽ തുടങ്ങുന്ന വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ശുദ്ധമായ പ്രാർത്ഥന സത്യപ്രതിഷ്ഠിത ജീവിതത്തെ
നമ്മുടെ കർത്താവായ ദൈവമേ, വിശുദ്ധ മറിയം ത്രേസ്യായുടെയോ വചനത്തിൽ സുന്ദരവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേരുവാനും നിങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ വിശുദ്ധ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യകാലം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഈ ഭൂമിയിൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രേക്ഷകരായി ജീവിച്ച വിശുദ്ധ മകർത്തിയെ പോലെ ഞങ്ങളും ആ സ്നേഹത്തിനും സാക്ഷി വഹിക്കും. വിശുദ്ധ ജീവിതം വഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായിരിക്കും. പാവനനാമം വാഴ്ത്തിടാം.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളിൽ മർദ്ദനം അനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ ജീവനായ മാനവ പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ബിഷപ്പ് മറാത്തക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും അധ്യക്ഷനുമായ മാർഗാന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്കും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ രൂപതയെയും ഇടവകയെയും ഈ സ്ഥാപനത്തെയും സമൂഹത്തെയും ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധരായ വൈദികരെയും തീക്ഷ്ണതയുള്ള സന്യാസികളെയും ചൈതന്യം നിറഞ്ഞ ആത്മാവിൻ പ്രേക്ഷിതരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സുഖവും ആസന്നമരണ സമാധാനവും ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് മോചനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം ഉറപ്പണമെന്നും യുവതി യുവാക്കന്മാരെ വിശുദ്ധരായി പരിപാലിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവസാനമായ മനുഷ്യരോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ സ്ഥാപിച്ച പ്രകാരം ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കാനും അവയ്ക്ക് പരിഹാരം ചെയ്യാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോ ആരുടെ പൂർവ്വം ഞങ്ങളെ ആശീർവദിക്കണമേ. സകലത്തിന്റെയും നാഥായേക്കും.
മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നമുക്ക് ക്ഷണിക്കാം. അവർണീയമായ ഗാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ആരംഭിച്ച തിരുനാള് ഇന്ന് നമ്മുടെ അതിൻ്റെ പരിസമാപ്തി എത്തിയിരിക്കുകയാണ്. ദൈവസമക്ഷം നമുക്ക് എല്ലാവർക്കും കൃതജ്ഞത നിറഞ്ഞ മനസ്സോടെ ആയിരിക്കാൻ സാധിക്കട്ടെ. അഭിനയ പിതാവ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഒരുങ്ങുകയായിരുന്നു. ഭവന സന്ദർശനം വഴിയായി എല്ലാ ഭവനങ്ങളെയും കുടുംബപ്രതിഷ്ഠ നടത്തി ഒരുക്കി കുമ്പസാരി ചൊരുങ്ങി ഈ ദിവസങ്ങളിലെല്ലാം വിശുദ്ധ മറിയമ്മയുടെ നൊവേനയിലും ജപീനിലും വിശുദ്ധ കുർബാനയിലെല്ലാം പങ്കെടുത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഇന്നത്തെ ഈ പുണ്യദിനത്തിന് വേണ്ടി ഒരുങ്ങുകയായി. ഒരുക്കങ്ങൾക്കെല്ലാം നമ്മളെ സഹായിച്ച നല്ല തമ്പുരാന്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ മനസ്സോടെ ആയിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറേ പേര് നന്ദിയോടെ ഓർക്കാനുണ്ട്. ആദ്യമേ അതിപ്രധാനമായിട്ട് ഇന്ന് മുഖ്യ കാർമ്മികനായിരുന്ന അഭിനയ അപ്പോൾ ആലപ്പാട്ടിനെ ഓർക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, അഭിനയ പിതാവിന്റെ കഴുത്തിൽ അല്പം ഇങ്ങനെ ചെരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൈനസ്മാരില് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടായിരുന്നു പിതാവിന്റെ കഴുത്തിൽ അല്പം ഇങ്ങനെ ചെരിഞ്ഞു പോയത്. അതിന് കാരണം ഞാൻ നോക്കിയപ്പോൾ പുള്ളി എപ്പോഴും സക്രാരി നോക്കി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ മൈനസ്മാരി പരിശീലന കാലഘട്ടത്തിൽ കണ്ടത്. കസാരയിൽ നിന്ന് ഇരുന്ന് കഴുത്തിനനുസരിച്ച് സക്രാരിയെ മാത്രം നോക്കി മണിക്കൂറുകളോളം ഇരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കർത്താവിനോടുള്ള വിളിയോടുള്ള പ്രത്യുത്തരിച്ചതിന്റെ അടയാളമായിട്ട് കിട്ടിയതാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രമാത്രം എളിമയോടും ദൈവത്തോടുള്ള വിശ്വസ്തയോടും കൂടെ ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന പിതാവിന് നമ്മുടെ കൂട്ടായ്മയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ആദ്യത്തെ തിരുനാളിന് ആഘോഷങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ അഭിനന്ദ പിതാവിന്റെ സാന്നിധ്യം വളരെ ശ്രേഷ്ഠമായിരുന്നു. പിതാവിന്റെ സാന്നിധ്യത്തിന് നമുക്ക് നമ്മുടെ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി ഹൃദയം സന്തോഷത്തോടെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ സഹകാരനായിരുന്ന ഗോപകൃഷ്ണനാണ്. അച്ഛൻ നമ്മുടെ തോമസ് ടീച്ചർ നമ്മുടെ റിലേറ്റീവാണ്. അച്ഛനും അച്ഛൻ്റെ സാന്നിധ്യം കഴിഞ്ഞ ആഴ്ചയും ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്ക് കുറേ പേരെ നന്ദിയോടെ ഓർക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇടയിലിടയിൽ കൈയടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിന്ന് കൈകൊടുക്കും. അതുകൊണ്ട് കൈയടിക്കേണ്ട. പക്ഷെ ഹൃദയത്തില് അവർക്ക് ദൈവമേ നന്ദി എന്ന് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മള് നോട്ടീസ് അടിച്ചപ്പോൾ തൊട്ട് നമ്മൾ എല്ലാം തുടങ്ങി. നോട്ടീസ് എല്ലാം തയ്യാറാക്കി നമ്മുടെ യുവജനങ്ങളാണ്. അവരെ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ യുവജനങ്ങളാണ്. അവരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മനോഹരമായിട്ടുള്ള പതാക, തിരുനാൾ പതാക ഒരുക്കിയത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. നമ്മൾ പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഇത്ര മനോഹരമായിട്ട് ഒരുക്കിയത് വളരെ പ്രാർത്ഥിച്ചൊരുക്കിയാണ് അത് നമുക്ക് നൽകിയത്. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. തിരുനാൾ കമ്മിറ്റികൾക്കായിട്ട് നേതൃത്വം കൊടുത്ത എല്ലാവരും പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഗ്രഹത്തിന്റെ സാന്നിധ്യമായി കൂടെ ഉണ്ടായിരുന്ന അഭിനന്ദ ജോയി പിതാവിനെയും അഭിനന്ദ ജേക്കബ് പിതാവിനെയും
5 ദിവസം നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ 5 വാർഡുകളിലൂടെ വിശുദ്ധ ബലിയർപ്പണം നടത്തുകയായിരുന്നു. അതിനുവേണ്ടി സ്ഥലം ഒരുക്കുന്നത് റോഹിത് ചേട്ടനും ജാനറ്റ് ചേച്ചിയാണ് ട്യൂഷൻ സെന്റർ ഒരുക്കുന്നത്. ഒരു ലാഭേച്ഛകളും ഇല്ലാതെ അവര് മനസ്സിറങ്ങി നൽകിയതിന് നമുക്ക് അവരെ ഹൃദയത്തിൽ നന്ദിയോട് ഓർക്കാം. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ കൾച്ചറൽ ഇവന്റ് ഫാമിലി ഡേ പ്രോഗ്രാംസിന് എല്ലാം നേതൃത്വം കൊടുത്തവരെ ഹൃദയപൂർവ്വം നന്ദി മനസ്സോടെ ഓർക്കുകയാണ്. അനീഷേട്ടനാണ് അതിന്റെ കംപ്ലീറ്റ് പ്രോഗ്രാമിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനോട് ചേർന്ന് സഹകരിച്ച ഇൻഡിവിജ്വൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. KG മുതൽ 12th ഗ്രേഡ് വരെയുള്ള കുട്ടികളുടെയും ഒപ്പം ജെൻസിന്റെയും ലേഡീസിന്റെയും എല്ലാ പ്രോഗ്രാംസിന്റെ നേതൃത്വം കൊടുത്ത എല്ലാ ഇൻഡിവിജ്വൽ കോർഡിനേറ്റേഴ്സിനും പ്രത്യേകമായിട്ട് വിശുദ്ധ മറിയം ത്രേസ്യയെ കുറിച്ചുള്ള നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ നല്ല ഒരു ഡ്രാമ ഒരുക്കിയ ബെൻചേട്ടനും ബെൻസൺ ചേട്ടനും ഒപ്പം അതിന്റെ അരങ്ങിലും മണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇന്നലത്തെ നമ്മുടെ ഫുഡ് ഫെസ്റ്റിന്റെ കോർഡിനേറ്റർ ആയിരുന്നത് ബിജു ചേട്ടനാണ്. ബിജു ചേട്ടനോട് സഹകരിച്ച എല്ലാ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനെയും ഒപ്പം വാർഡ് പ്രതിനിധികളെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും മനോഹരമായി പ്രാർത്ഥിക്കാൻ ദൈവം ഇങ്ങനെ ഒരു ആലയം ഒരുക്കിയത് നന്ദി പറയുകയാണ്. മാത്യൂസിന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതവും ഈ പള്ളിയുടെ പാരിഷ് ഓഫീസിൽ ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ട്രസ്റ്റീസ് റോബിൻ കുര്യൻ, റോബിൻ ജേക്കബ്, രഞ്ജിത്ത്, ജോഷി 4 ചേട്ടന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ മറിയം ത്രേസ്യ കൂട്ടായ്മയുടെ പേരില്. അപ്പൊ ഈ അൾത്താര ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് തന്നത് ഒരുക്കിയത് ടോമി ചേട്ടനും ജോയി ചേട്ടനും റോഹിത് ചേട്ടനും ഒക്കെയാണ്. നമ്മൾ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു, ഞങ്ങള് പച്ചയും വെള്ളയൊക്കെയാണ് ഞങ്ങളുടെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കളർ. അപ്പൊ അങ്ങനെ തന്നെ വേണം അൾത്താരം എന്ന് പറഞ്ഞപ്പോ ഇടവകയിലെ ചേച്ചിമാര് മാലി ചേച്ചി, അതുപോലെ തന്നെ IC ചേച്ചി, അലിൻ ചേച്ചി, സുബി ചേച്ചി 4 ചേച്ചിമാരാണ് ഈ ഇങ്ങനെ മനോഹരമായ പൂക്കളെല്ലാം നമുക്ക് വേണ്ടി ക്രമീകരിച്ചത്. അവരുടെ നല്ല മനസ്സിനെ ഏറ്റവും നന്ദിയോടെ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഫാമിലി ഡേക്ക് സ്പോൺസേഴ്സിനെ കണ്ടെത്താനും അതിനുവേണ്ട നേതൃത്വം കൊടുത്തൊക്കെ അജിത്തും ടീം അംഗങ്ങളാണ്. അവരെ നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും കുറെ പേര് നന്ദിയോടെ ഓർക്കാനുണ്ട്. എല്ലാവരെയും ഈ ദിവസങ്ങളിൽ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ തിരുനാളിന് നിർത്തീക്ഷ്ണമായി കുടുംബങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നവീകരിക്കപ്പെടണം എന്നുള്ള ആ ബോധ്യത്തില് വളരാനും വിശ്വാസത്തിൽ ആഴപ്പെടാനും ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ ഓർത്ത് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കാം. ഞാൻ തിരുനാളിന്റെ ദിവസങ്ങളിലെല്ലാം ഓരോ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എപ്പോഴും പറയായിരുന്നു. അച്ഛനോട് കൂടെ ആലോചിച്ചാണ് നമ്മൾ തിരുനാളിന്റെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ നടത്തിയത്. അച്ഛനെ പ്രത്യേകം ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ സ്വന്തം ടീമംഗങ്ങളായിട്ടുള്ള അൽത്താര ശുശ്രൂഷകരായിട്ടുള്ള കെവിൻ, റോഹിത് ചേട്ടൻ, അവർക്കൊപ്പം നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും സഹായിക്കുന്ന ജോർജേട്ടന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കൊയറും അങ്ങനെ നമ്മുടെ കൊയറും പുറത്തുനിന്ന് എങ്കിൽ കൂടെ നമ്മുടെ കൊയറിന് ഇപ്പൊ തൽക്കാലം പറയാം, നമ്മുടെ കൊയറിന് പ്രത്യേകം നന്ദി പറയാം.
സുവിശേഷ വന്ദനത്തിനുള്ള സമയം ഉണ്ടായിരിക്കും. മനോഹരമായിട്ടുള്ള അത്താഴം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും സംതൃപ്തിയോടെ സന്തോഷത്തോടെ സമയം ചെലവഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടേ തിരിയാവും. ഓഡിറ്റോറിയത്തിനകത്താണ് നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് പ്രദക്ഷിണം നടത്തിയപ്പോൾ ചെണ്ടമേളം നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയത് കാരണം നമ്മൾ ഈ കോപ്പൽപ്പള്ളി താൽക്കാലികമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാ. തുടർന്ന് അത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇതാകരുതെന്നുള്ളതുകൊണ്ടാണ് ചെണ്ട ഒഴിവാക്കിയത്. പക്ഷെ നമുക്ക് പെരുന്നാളിൽ ഒരു മോഡ് കിട്ടാനായിട്ട്, ഒരു വൈബ് കിട്ടാനായിട്ട് ഫോണിനകത്ത് കുറച്ച് നേരം നമുക്ക് ചെണ്ടമേളം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ആസ്വദിക്കാനും ഭക്ഷണം കഴിക്കാനും ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പെരുന്നാൾ ദിനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാക്കാൻ എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ എൻ്റെ കൂടെ നിന്ന ഞങ്ങളുടെ സ്ട്രോങ് 5 ആളുകളും പാരിഷ് കൗൺസിൽ മെമ്പേഴ്സും ഉറപ്പായിട്ട് അവർക്ക് നമുക്ക് സ്ട്രോങ് ആയിട്ട് കൂടുന്ന ഓർത്തു. നമ്മുടെ ജോർജ് ചേട്ടൻ, ബിൻ ചേട്ടൻ, റോഹിത് ചേട്ടൻ, ഇൻട്രസ്റ്റിംഗായിട്ടുള്ള ബൂസ് ചേട്ടനും റെനോ ചേട്ടനും അവർക്ക് പ്രത്യേക നന്ദി പറയും. നമുക്ക് എല്ലാവർക്കും ഉള്ള നന്ദി സൂചകമായിട്ട് ദൈവത്തിന് മുമ്പിൽ കാര്യങ്ങൾ അയച്ച ദൈവത്തിന് അനുസരിക്കാം. സമയമുണ്ട്. എല്ലാവരും ഈ വഴി കൂടെ ഇറങ്ങി നേർച്ച സ്വീകരിച്ച് അത്താഴം കഴിക്കാനായിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി എല്ലാവരും പരസ്പര സ്നേഹം പങ്കുവച്ചിട്ട് എല്ലാവരും ശുഭരാത്രി. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹിച്ച് നിത്യസഹായ മാതാവിന്റെ മധ്യസ്ഥമണിയായി നമ്മുടെ കുടുംബങ്ങൾ അംഗീകരിക്കപ്പെടുന്നതിനും കുഞ്ഞുങ്ങൾ വിശദീകരിക്കപ്പെടുന്നതിനും എപ്പോഴും ദൈവാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന്റെയും കൂടെ ഉണ്ടായിരുന്നു.
ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചൂടെ വിശുദ്ധിതൻ മൗനം ആർജിച്ചു നീ. അമ്മേ, ക്രിസ്ത്യാനി, ഞങ്ങൾക്കായി മാധ്യസ്ഥ്യമേകണമേ. അമ്മേ മറിയം ക്രിസ്ത്യാനി, ഞങ്ങൾക്കായി മാധ്യസ്ഥ്യമേകണമേ. ദൈവസ്നേഹത്തിൻ മാതൃ